പക്ഷെ കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ ഇപ്പൊ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് മറ്റാളാ. ഇങ്ങനെ ഇങ്ങനെ ഷർട്ടൊക്കെ മുന്നണി സംവിധാനങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോ UDF വിട്ട് LDF-ലോട്ട് പോകും. അവിടെ സ്വീകരിച്ചില്ലെങ്കിൽ എന്തുവാ, വീണ്ടും UDF-ലോട്ട് തിരിച്ചു വരിക, അല്ലാതെ എന്തുവാ. അതുകൊണ്ടാണ് പലരും പറയുന്നത് ഈ കേരളത്തിന്റെ കണ്ടോ, യഥാർത്ഥത്തിൽ UDF-ലേക്ക് തിരിച്ചു വരുന്ന ആളുകളെ കണ്ടാൽ ക്യാമറക്കാർ വരെ നമ്മുടെ അടുത്തോട്ട് വരും, അല്ലാതെ എന്തുവാ. ഇവരെ പറ്റിയൊക്കെ കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ അറിയോ, തന്തക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്ത് തടുക്കേയുള്ളൂ എന്ന്. മകനായ ഗണേശൻ പിള്ളയാണല്ലോ അച്ഛനെ പെടുത്തെന്ന് സംരക്ഷിച്ചത്. കുഞ്ചൻ നമ്പ്യാരാണ് കറക്റ്റ്. അന്നേ പറഞ്ഞിട്ടുണ്ട്, അതായത് തന്തക്കിട്ടൊരു തല്ല് വരുമ്പോൾ പിള്ളയെടുത്ത് തടുക്കേയുള്ളൂ. തള്ളക്കിട്ടെന്നാണ് ശരി, ഞാനത് തന്തക്കിട്ടെന്നാക്കി മാറ്റി. അപ്പോൾ കൊട്ടാരക്കരയിൽ നമുക്കിനി കാര്യം ചെയ്യാം, വേഗം കട്ട്ഷോട്ട് ചെയ്ത് പോകണം. വേണുഗോപാലിന് പാട്ടുള്ളതുകൊണ്ട് കോട്ടയത്തേക്ക് വരാം. കോട്ടയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കോട്ടയം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാടാണ്. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുക, 2 പേർക്ക് മുടി ചെയ്യാൻ സമയമില്ല. ഒന്ന് എഞ്ചിനീയർമാരായ ഒരാൾ, എല്ലാവരോടും സ്വപ്നം കാണാൻ പറഞ്ഞ അദ്ദേഹമൊക്കെ മുടി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരാഴ്ചത്തെ അവധി കൊടുക്കണം. അതായത് കേശഭാരം ഇങ്ങനെ കുന്തളബന്ധമഴിഞ്ഞത് ഇടങ്കൈ കൊണ്ടും വലങ്കൈ കൊണ്ടും താങ്ങി നിൽക്കുമ്പോൾ എങ്ങനെയാ പിന്നെ ഇന്ത്യ ഭരിക്കുക? പിന്നെ മുടി ചെയ്യാൻ പറ്റാത്ത ആളാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അല്ലേ, എന്തോന്ന് ഭയങ്കര തിരക്കല്ലേ അദ്ദേഹത്തിന്. അതായത് 1 മിനിറ്റ് ഒഴിവില്ല, ഒരു കാര്യമായിട്ട് നടക്കണമില്ല. അതാണല്ലോ ഇങ്ങനെ. അതായത് TV-കാരന്മാർക്ക് നമ്മളോട് കണ്ടോ, കേരള മുഖ്യമന്ത്രി ബാംഗ്ലൂരിൽ വന്നെന്ന് പറഞ്ഞാൽ ക്യാമറ എടുത്തോളൂ. ലൈറ്റ് കുറവാണ്, അത് ചിലപ്പോൾ ഡിക്കി പാർട്ടിക്കാര് വേണ്ടെന്ന് വെച്ചതായിരിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ ഓണക്കാലത്ത് അവിട്ടം, നിങ്ങൾ കേക്ക, ഞാൻ പറയുന്നത് കേക്ക, കഴിഞ്ഞ അവിട്ടത്തിനാണ് ഞാൻ മുഖ്യമന്ത്രിയായി വന്നത്. അതുകൊണ്ട് ഈ ഒരു ഓണം 1 വർഷം തികയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് നമ്മുടേതായ ഗവൺമെന്റിന്റെ 1 വർഷത്തെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും തരണമെന്നുണ്ടായിരുന്നു. അത് നമുക്ക് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. കാരണം തിരുവനന്തപുരത്ത് ഈ കൊല്ലം ഓണക്കാലത്ത് മാവേലിക്ക് വരാൻ വേണ്ടി പാളയത്ത് ഒരു പാതാളം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലൂടെ ആദ്യം വന്നത് സർദാർജിയാണ്, പിന്നെ നമ്മുടെ അമ്മ വന്നു, പിന്നെ വന്നത് DSCK എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചത് ഈ കത്രീന, റീത്ത തുടങ്ങിയ നമ്മുടെ ആളുകളുടെ പേരിലാണല്ലോ ചുഴലിക്കാറ്റ്. ഞാൻ വിചാരിച്ചത് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സോണിയ കൊടുങ്കാറ്റ് വീശി അടിച്ച് നമ്മുടെ പാർട്ടി ജയിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത്, മന്ദഗതിയിലായതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിന്റെ പ്രവർത്തനം ബഹുദൂരം അതിവേഗം. അതുകൊണ്ട് ഞാനും പോവുകയാണ്, ബഹുദൂരം അതിവേഗം. ഞാൻ പതുക്കെ മാരാരിക്കുളത്തോട്ട് കടക്കട്ടോ. അവിടെ എത്തുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെ കാണുക. പ്രതിപക്ഷ നേതാവിനെ പോലെ ഇത്രയും ഭംഗിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ജുബ്ബയൊക്കെ ശരീരത്തിൽ വെച്ച് തയ്ച്ച പോലെ, ആ നടപ്പിലുണ്ടല്ലോ അത്. അതായത് ഈ പരിപാടി നടക്കുമ്പോൾ, നമ്മൾ പ്രസംഗിക്കുമ്പോൾ, ഈ പിന്നിൽ നിൽക്കുന്ന ക്യാമറക്കാർ ഇതെടുക്കാതെ പോയിരുന്നെങ്കിൽ ഇവരൊക്കെ പിണങ്ങാറായി ഗ്രൂപ്പുകാരാണോ എന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് മലപ്പുറം സമ്മേളന സമയത്ത് തന്നെ കണ്ടോ, ഇതാണ് പിണറായിയുടെ ആളുകളായതുകൊണ്ട് എൻ്റെ പിൻഭാഗം എടുത്ത് ചാനലിൽ കാണിക്കുകയല്ലേ. അതല്ലെങ്കിൽ ഇത്രയും പ്രഗത്ഭനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ പിൻഭാഗം. അതുകൊണ്ട് ഈ ഓണത്തെക്കുറിച്ചുള്ള ഒരു അനുസ്മരണം, മഹാബലിയുടെ ഗതി തന്നെ നമുക്ക് വരുമോ എന്നൊരവസ്ഥയാണ്. കാരണം നമ്മുടെ പാർട്ടിയിൽ നിന്ന് തന്നെ നമ്മളെ പതുക്കെ പാതാളത്തിലേക്ക് ചവിട്ടിത്ത. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു കാര്യം ചെയ്യാം, പതുക്കെ ചേർത്തലയ്ക്ക് എത്താം. ചേർത്തല എത്തുമ്പോഴാണ് മുൻ മുഖ്യമന്ത്രി.
എന്നെ കണ്ടാൽ ആളുകൾ ചിരിക്കുന്ന പക്ഷേ അത് പറയാതിരിക്കാൻ പറ്റും. സത്യം പറഞ്ഞാൽ ഞാൻ 3 വർഷക്കാലം കേരളം ഭരിക്കുന്ന സമയത്ത് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ട ഘട്ടം വരുമ്പോൾ, തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോൾ 3 വർഷക്കാലം കേരളം ഭരിച്ച എന്നെ കഴിഞ്ഞ ഓണക്കാലത്താണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താച്ചിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ ഓണക്കാലത്ത് എന്നെ അതിദാരുണമായി കഷ്ടപ്പെട്ട് ഭരിച്ച് എന്നെ ചവിട്ടിത്താച്ചി. അതുകൊണ്ട് അതിനുശേഷം അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ഒരു ഓണവും ആഘോഷിക്കത്തില്ല. അന്ന് ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്ഥാനമാനങ്ങളും വേണ്ട, എനിക്ക് 5 പൈസ വേണ്ട, ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കത്തില്ല. അന്ന് ഞാൻ അധികാരം ഒഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പാടുന്ന ആളാണ്, പാടിയ പാട്ടാണ് കണ്ണെന്നിട്ട് കാത്തിരുന്നിട്ടും എൻ്റെ കൽക്കണ്ട കരിമ്പ് പാടം കട്ടെടുത്തു കൊണ്ടുപോയി. പക്ഷെ എങ്ങനെയോ പിന്നെ എൻ്റെ ഒരു നല്ല ബന്ധം കൊണ്ടായിരിക്കാം ഞാൻ വീണ്ടും 37 തവണ ഡൽഹിയിൽ പോയി. ഇപ്പം MP ആയി. ഇപ്പം MP ആയി സന്തോഷത്തോടെ ഞാൻ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിൽ പോകുമ്പോൾ പാടുന്ന പാട്ട് ഇവിടെ പാടും. ആ പാട്ടാണ് സന്തോഷപൂർവ്വം. ഒരു ചിരി കണ്ടാൽ കളി കണ്ടാൽ അത് മതി. സോണിയാജിയുടെ ഒരു ചിരി കണ്ടാൽ കളി കണ്ടാൽ അത് മതി, ഒരു മൊഴി കേട്ടാൽ അത് മതി എന്നുള്ളതാണ്. കണ്ടോ, എന്നെപ്പോലെ മുൻ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ സ്ത്രീകളുടെ എഞ്ചിനീയർമാരെ ഭാര്യമാരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. സത്യം അല്ല, അങ്ങനെയൊക്കെയാണ് സംഭവം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഓണാശംസ. സന്തോഷമായല്ലോ അല്ലേ? അങ്ങനെ പറയുന്നു. പക്ഷേ എനിക്ക് പെട്ടെന്ന് തൃശ്ശൂർ കത്തേണ്ടി വരും, കാരണം സമയം വൈകി. ഞങ്ങളുടെ നാട്ടിലാണല്ലോ കാർന്നവർ ആര്, എന്തിനും മുതിർന്ന ആള്, അതായത് ബാംഗ്ലൂരിലെ ഈ എഞ്ചിനീയർമാരുടെ ഈ കൂട്ടായ്മ കാണുമ്പോൾ ഇവരൊക്കെ എൻ്റെ DICയിൽ ചേർന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ അത്തപ്പൂക്കളം ഇപ്പോഴും കാണുമ്പോൾ സന്തോഷമാണ്. കാരണം നിങ്ങളിപ്പോൾ അത്തപ്പൂക്കളവും ഓണപ്പരിപാടികളൊക്കെ കാണുന്നത് TV-യിലാണല്ലോ. TV എന്തിനു നല്ല വാക്കാണ്, TV എന്തിനു നല്ല മാധ്യമമാണ്. അതുകൊണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും TV കാണണം. TV എന്ന് പറഞ്ഞാൽ അത് കണ്ടുകൊണ്ടിരിക്കുക. ഒരിക്കലും TV ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൈ ഉപയോഗിക്കരുത്, അത് നല്ല സാധനമല്ല. റിമോട്ട് കൺട്രോൾ ഉപയോഗിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് TV-യിലൂടെ കഴിഞ്ഞ കുറേ കാലമായി എൻ്റെ പാർട്ടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജയിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ TV-യിൽ തന്നെ എൻ്റെ ജീവിതം അവസാനിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഈ വർഷത്തെ അത്തപ്പൂക്കളത്തിന് എൻ്റെ വീട്ടിൽ പൂക്കളം ഇടാറില്ല, ഈ വർഷം ഇട്ടു. അതിൽ ഒരു നടുക്ക് ഒരു പത്മം ഉണ്ട്, അതിനകത്ത് അതിൻ്റെ മുകളിൽ കരുണാമയനായ മുരളീധരൻ ഇങ്ങനെ ചിരി തൂകി നിൽക്കുന്നുണ്ട്. മാത്രമല്ല മറ്റ് ബഹുവർണ്ണ നിറങ്ങളെല്ലാം എടുത്ത് മാറ്റിക്കൊണ്ട് ഈ വർഷം ഞാൻ ചുവപ്പ് നിറത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അത്തപ്പൂക്കളം ഇട്ടത്. എല്ലാവർക്കും ഓണാശംസകൾ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലുണ്ടാവട്ടെ, നമ്മുടെ പാർട്ടിയിൽ ചേരൂ എന്ന് പറയുന്നു.